കേരളത്തിന് പുറത്തോ വിദേശത്തോ താമസിക്കുന്ന മലയാളികൾക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് അറിയാമോ? ഇതിന്റെ പേരാണ് നോർക്ക കെയർ. ഒരു കുടുംബത്തിന് വർഷത്തിൽ 5 ലക്ഷം വരെ ഹെൽത്ത് ഇൻഷുറൻസ് കവറും അതിന് പുറമെ നോർക്ക കാർഡ് ഹോൾഡറിന് 10 ലക്ഷം വരെ ആക്സിഡന്റൽ ബെനിഫിറ്റും ലഭിക്കും. കേൾക്കുമ്പോൾ നല്ലൊരു ഡീൽ പോലെ തോന്നും അല്ലേ? പക്ഷേ ഈ പോളിസി ശരിക്കും ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുക? എന്തൊക്കെയാണ് ഇതിന്റെ സ്ട്രെങ്ത്? എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? സാധാരണ റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാമോ? ഇന്ന് നോർക്ക കെയർ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോൺ ജോസഫ്. യു ആർ വാച്ചിങ് ഡിറ്റോ ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ഒരു ക്വിക്ക് ഓവർവ്യൂ. നോർക്ക കെയർ എന്നത് കേരള സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് നോൺ റെസിഡൻഷ്യൽ കേരളൈറ്റ്സ് അഫയേഴ്സിന്റെ കീഴിലുള്ള നോർക്ക റൂട്ട്സ് അവതരിപ്പിച്ച ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. പക്ഷേ പോളിസി ഇഷ്യൂ ചെയ്യുന്നത് നോർക്കയല്ല. പോളിസി അണ്ടർറൈറ്റ് ചെയ്യുന്നത് ന്യൂ ഇന്ത്യ അഷുറൻസ് ആണ്. ക്ലെയിംസ് പ്രോസസ് കൈകാര്യം ചെയ്യുന്നത് വിഡാൽ ഹെൽത്ത് TPA ആണ്. അതായത് നോർക്ക ഈ സ്കീം അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ഇൻഷുറൻസ് പോളിസിയും ക്ലെയിമും കൈകാര്യം ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനിയും TPAയുമാണ്. ഇനിയിപ്പോൾ ഈ പോളിസിയിൽ ആർക്കൊക്കെയാണ് എടുക്കാൻ കഴിയുന്നതെന്ന് നോക്കാം. 18 മുതൽ 70 വയസ്സ് വരെയുള്ള നോൺ റെസിഡൻഷ്യൽ കേരളൈറ്റ്സിനാണ് സ്കീം ലഭിക്കുന്നത്. ഇൻഡിവിജ്വൽ പോളിസിയും എടുക്കാം, ഫാമിലി ഫ്ലോട്ടറും എടുക്കാം. ഇനി ഫാമിലി ഫ്ലോട്ടറിൽ സ്പൗസിനെയും 2 കുട്ടികളെയും ഉൾപ്പെടുത്താം. 3 കുട്ടികളെ വരെ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ 3ാമത്തെ കുട്ടിക്ക് അഡീഷണൽ പ്രീമിയം നൽകണമെന്ന് മാത്രം. പോളിസി ടെന്യൂർ 1 വർഷമാണ്. എല്ലാ വർഷവും റിന്യൂ ചെയ്യാം. ഒരു പ്രധാന കാര്യം, ഫാമിലി പോളിസി എടുക്കുമ്പോൾ പ്രൈമറി ആപ്ലിക്കന്റിന് മാത്രം നോർക്ക കാർഡ് ഉണ്ടായാൽ മതി. ഫാമിലി മെമ്പേഴ്സിന് പ്രത്യേകം നോർക്ക കാർഡ് നിർബന്ധമല്ല. ഇനി ബെനിഫിറ്റ്സ് നോക്കാം. ഈ പോളിസിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ വെയിറ്റിംഗ് പീരീഡ് ഇല്ല എന്ന് തന്നെയാണ്. സാധാരണ ഹെൽത്ത് പ്ലാനിൽ ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ്, സ്പെസിഫിക് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ്, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് വെയിറ്റിംഗ് പീരീഡ്, ഇങ്ങനെ പല വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. പക്ഷേ നോർക്ക കെയറിൽ കവറേജ് 1ാമത്തെ ദിവസം മുതൽ തന്നെ ആരംഭിക്കും. 2ാമത്തെ വലിയൊരു അഡ്വാൻറ്റേജ്, കോ പേയ്മെന്റ് ഇല്ല. അതായത് എലിജിബിൾ ക്ലെയിം ആണെങ്കിൽ ഹോസ്പിറ്റൽ ബില്ലിന്റെ ഒരു ഭാഗവും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് നിർബന്ധമായിട്ട് അടയ്ക്കേണ്ട സാഹചര്യം വരത്തില്ല. ക്ലെയിം സബ്മിറ്റ് ചെയ്യാനും കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് 60 ദിവസം വരെ ക്ലെയിം സബ്മിറ്റ് ചെയ്യാം. റീഇംബേഴ്സ്മെന്റ് ക്ലെയിം ആണെങ്കിൽ ഡിസ്ചാർജ് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ഡോക്യുമെന്റ് നൽകണം. ഇനി ആക്സിഡന്റൽ ബെനിഫിറ്റ്, ഹെൽത്ത് ഇൻഷുറൻസിന് പുറമെ 10 ലക്ഷം രൂപയുടെ ആക്സിഡന്റൽ ഡെത്ത് കവറും ലഭിക്കും. കൂടാതെ റിപ്പാട്രിയേഷൻ എക്സ്പെൻസും ലഭിക്കും. ഇന്ത്യക്കുള്ളിലാണെങ്കിൽ 25,000 രൂപ വരെയും, വിദേശത്ത് നിന്നാണ് ബോഡി കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടായെങ്കിൽ 50,000 രൂപ വരെയും ലഭിക്കും. പക്ഷേ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം, ഈ ആക്സിഡന്റൽ ബെനിഫിറ്റ് ഫാമിലിക്ക് മൊത്തമല്ല, നോർക്ക കാർഡ് ഹോൾഡറിന് മാത്രമാണ് ലഭിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നതെന്ന് നോക്കാം. എമർജൻസി ഹോസ്പിറ്റലൈസേഷനും പ്ലാൻഡ് ഹോസ്പിറ്റലൈസേഷനും കവർ ചെയ്യും. ക്യാൻസർ ട്രീറ്റ്മെന്റും ഡയാലിസിസും പോളിസി ടേം അനുസരിച്ച് കവർ ചെയ്യും. ഹോസ്പിറ്റലൈസേഷന് മുൻപ് 30 ദിവസത്തെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസും ഇതിൽ കവർ ചെയ്യും. ഡിസ്ചാർജ് കഴിഞ്ഞ് 60 ദിവസത്തെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ആംബുലൻസ് ചാർജ് വർഷത്തിൽ 2,000 രൂപ വരെ ലഭിക്കും. ഇനി ഡോക്ടർ റെക്കമെൻഡ് ചെയ്താൽ ഇംപേഷ്യന്റ് ആയുഷ് ട്രീറ്റ്മെന്റിന് 50,000 രൂപ വരെ കവർ ചെയ്യും. കാറ്ററാക്ട് സർജറി ഒരു കണ്ണിന് 30,000 രൂപ വരെ കവർ ചെയ്യും. റൂം റെന്റ് ലിമിറ്റ് ഒരു ദിവസം 5,000 ആണ്. ഇനി ICU ലിമിറ്റ് ആണെങ്കിൽ ഒരു ദിവസം 10,000 വരെ കിട്ടും. മോഡേൺ ട്രീറ്റ്മെന്റിനും ഈ പോളിസിയിൽ കവറേജ് ഉണ്ട്. പക്ഷേ കവർ ചെയ്യാത്ത കാര്യങ്ങളും ഇതിലുണ്ട്. ഡെന്റൽ ട്രീറ്റ്മെന്റ് സാധാരണമായിട്ട് കവർ ചെയ്യത്തില്ല. ഇനി ഒരു ആക്സിഡന്റ് കാരണം ഇംപേഷ്യന്റ് ട്രീറ്റ്മെന്റ് ആവശ്യമായാൽ മാത്രമാണ് ചില സാഹചര്യങ്ങളിൽ കവറേജ് ലഭിക്കുന്നത്. മെറ്റേണിറ്റി എക്സ്പെൻസസ് കവർ ചെയ്യത്തില്ല. ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗം ഇന്ത്യക്കുള്ളിലുള്ള ചികിത്സയ്ക്ക് മാത്രമാണ്. വിദേശത്ത് ചികിത്സ നടത്തിയാൽ ഹെൽത്ത് ഇൻഷുറൻസ് ബെനിഫിറ്റ് ലഭിക്കത്തില്ല. ആക്സിഡന്റൽ കവർ മാത്രമാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ളത്. ഫാമിലി ഫ്ലോട്ടറിൽ നിങ്ങൾക്ക് പേരൻസിനെ ആഡ് ചെയ്യാൻ കഴിയത്തുമില്ല. ഇനി പ്രീമിയം നോക്കാം. ഇൻഡിവിജ്വൽ പോളിസിയുടെ ആനുവൽ പ്രീമിയം ഏകദേശം 8,000 രൂപയാണ്. ഫാമിലി ഫ്ലോട്ടറിന്റെ പ്രീമിയം ഏകദേശം 13,000 മുതൽ 14,000 വരെ വരും. അഡീഷണൽ ആയിട്ട് ഒരു കുട്ടിയെ ആഡ് ചെയ്താൽ 4,100 രൂപ എക്സ്ട്രാ നൽകേണ്ടി വരും. ഒരു കാര്യം ശ്രദ്ധിക്കണം, റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ GST ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും നോർക്ക കെയർ ഒരു ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ആയതിനാൽ ഈ പ്രീമിയത്തിൽ GST ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഹോസ്പിറ്റൽ നെറ്റ്വർക്ക്സ് എങ്ങനെയാണെന്ന് നോക്കാം. രാജ്യത്താകെ ഏകദേശം 12,000-ലധികം എംപാനൽഡ് ഹോസ്പിറ്റൽസ് ഈ പോളിസിക്കുണ്ട്. കേരളത്തിൽ മാത്രം 500-ലധികം ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോളോ, മണിപ്പാൽ, ഫോർട്ടിസ്, നാരായണ പോലുള്ള വലിയ ഹോസ്പിറ്റൽ ചെയിൻസിലും ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ലഭ്യമാണ്. അപ്പോൾ ഡിറ്റോയുടെ ടേക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പോളിസിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് 1ാമത്തെ ദിവസം മുതൽ കവറേജ് ലഭിക്കുമെന്നതാണ്. വെയിറ്റിംഗ് പീരീഡും ഇല്ല, കോ പേയ്മെന്റും ഇല്ല. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത നോൺ റെസിഡൻഷ്യൽ കേരളൈറ്റ്സിനും ഇന്ത്യയിലേക്ക് പ്ലാൻഡ് ട്രീറ്റ്മെന്റിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നവർക്കും ഇനി ക്രോണിക് കണ്ടീഷൻസ് ഉള്ളവർക്കും ഉടനെ കവറേജ് വേണമെന്നുണ്ടെങ്കിൽ ഈ പോളിസി നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഇവിടെ ലിമിറ്റേഷൻസ് ഉണ്ട്. 5 ലക്ഷം കവർ മുഴുവൻ ഫാമിലിക്ക് ഉള്ളതാണ്. ഓരോ വ്യക്തിക്കും പ്രത്യേകമല്ല. സം ഇൻഷുർഡ് പിന്നീട് ഇൻക്രീസ് ചെയ്യാൻ കഴിയത്തില്ല. ടോപ്പ് അപ്പ് ഓപ്ഷൻസ് ഇവിടെ ഇല്ല. ആഡ് ഓൺസും ഇല്ല. റൂം റെന്റ് ലിമിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് വലിയ മെഡിക്കൽ എക്സ്പെൻസസ് വന്നാൽ ഈ കവറേജ് മാത്രം മതിയാകണമെന്നില്ല. അതുപോലെ മെറ്റേണിറ്റി പ്ലാൻ ചെയ്യുന്ന കുടുംബങ്ങൾക്കും ഹയർ ഹെൽത്ത് കവർ വേണ്ടവർക്കും വിദേശത്തെ ട്രീറ്റ്മെന്റ് പ്രതീക്ഷിക്കുന്നവർക്കും ഈ പോളിസി മാത്രം ആശ്രയിക്കുന്നത് ശരിയായ തീരുമാനമായിരിക്കില്ല. സോ ഇവിടെ ബോട്ടം ലൈൻ വളരെ സിമ്പിൾ ആണ്. നോർക്ക കെയർ ഒരു യൂസ്ഫുൾ സ്കീം തന്നെയാണ്. പ്രത്യേകിച്ച് നോൺ റെസിഡൻഷ്യൽ
കേരളൈറ്റ്സിന് വേണ്ടി സർക്കാർ ഒരുക്കിയ ഒരു അഫോർഡബിൾ ഹെൽത്ത് ഇൻഷുറൻസ് ഓപ്ഷൻ എന്ന നിലയിൽ. പക്ഷേ ഇതിനെ കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് കാണരുത്. ഇത് നിങ്ങളുടെ ആവശ്യത്തിന് മതിയാകുമോ അതെയോ കൂടുതൽ കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് വേണോ എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുന്നതിൽ സഹായം വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി ഡിറ്റോ അഡ്വൈസേഴ്സിനോട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു കോൾ ബുക്ക് ചെയ്യാം. IRDAI സർട്ടിഫൈഡ് ഇൻഷുറൻസ് അഡ്വൈസേഴ്സ് ആണ്. സ്പാം ഇല്ല, ഫോഴ്സ്ഫുൾ സെല്ലിംഗ് ഇല്ല, കൺസൾട്ടേഷൻസ് പൂർണ്ണമായിട്ടും ഫ്രീ ആണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഹാപ്പി ഇൻഷുറൻസ് ഹണ്ടിങ്.